ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ മുസ്ലിം മസ്ജിദുകളുടെയും അടിയിൽ ശിവലിംഗം തേടിപ്പോകേണ്ട കാര്യമില്ലെന്നാണ് RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് ഇപ്പോൾ പറയുന്നത്. മുസ്ലിം ദേവാലയങ്ങളുടെ കാര്യത്തിൽ ദിവസേന എന്നോണം അവകാശവാദം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നു. വിഭജന ചിന്തകളില്ലാതെ എല്ലാവരെയും ഉൾക്കൊണ്ട് സമഭാവനയോടെ സഹോദരത്വേന ജീവിക്കുന്ന, സഹവർത്തിത്വത്തിൽ ലോകത്തിന് മാതൃകയാകുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ മോഹൻ ഭാഗവത് സ്വപ്നം കാണുന്നത്. എന്താ വിശ്വാസം വരുന്നില്ലേ? ശരീരത്തിൽ നുള്ളി നോക്കുകയൊന്നും വേണ്ട. പറയുന്നത് മോഹൻ ഭാഗവത് തന്നെയാണ്, നമ്മുടെ RSSന്റെ മേധാവി സർസംഘചാലക്. കഴിഞ്ഞ ദിവസം പൂനെയിൽ നടന്ന ഒരു സെമിനാറിൽ ഭാരതം വിശ്വഗുരു എന്ന വിഷയത്തെ അധികരിച്ച് നടന്ന ഒരു ചർച്ചാ സമ്മേളനത്തിലാണ് മോഹൻ ഭാഗവത് അദ്ദേഹത്തിന്റെ ഈ പുതിയ നിലപാട് അവതരിപ്പിച്ചത്. മതവിശ്വാസത്തിന്റെയോ ആശയങ്ങളുടെയോ ജാതിയുടെയോ കാര്യത്തിൽ വ്യത്യസ്തത പുലർത്താതെ ഐക്യത്തോടെ പുലർന്നിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാമജന്മഭൂമിയുടെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. അത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അവിടെ ഒരു ക്ഷേത്രം ഉയർന്നു വരണമെന്ന്, രാമക്ഷേത്രം ഉണ്ടാവണമെന്ന് എല്ലാ ഹിന്ദുമത വിശ്വാസികളും ആഗ്രഹിച്ചതാണ്. അത് സംഭവിച്ചു. അതിൻ്റെ പിന്നാലെ ദിവസേന എന്നോണം മറ്റ് മുസ്ലിം മസ്ജിദുകളുടെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതൊട്ട് ശരിയുമല്ല. അതാണ് RSSന്റെ കാഴ്ചപ്പാടായിട്ട് ഇപ്പോൾ മോഹൻ ഭാഗവത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും സംശയങ്ങളും ഉണർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ മുസ്ലിം ദേവാലയങ്ങളുടെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അത് സംബന്ധിച്ച തർക്കം പെരുപ്പിച്ചുകൊണ്ട് ചില ആളുകൾ ഹിന്ദുക്കളുടെ നേതാവാകാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് നടപ്പില്ല. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയുമില്ല. പ്രവൃത്തിയിലൂടെ നിരന്തരമെന്നോണം നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യയുടെ സവിശേഷമായ ദർശനത്തെ തള്ളിപ്പറയുന്ന BJP, അവരുടെ ആ നിലപാടിനോടും ഇപ്പോൾ മോഹൻ ഭാഗവത് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഐക്യത്തിന്റെ ആഭരണമാണ് നാനാത്വമെന്നും ഇപ്പോൾ അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഭരണഘടനയെ അദ്ദേഹം അംഗീകരിക്കുന്നുമുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഭരണം നടക്കുന്നത്. അതനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും സമന്മാരാണ്, തുല്യ അവകാശമുള്ളവരാണ്. ഭരണഘടനയ്ക്ക് അതീതമായിട്ട് മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കുന്ന പഴയ ഹിന്ദുത്വ പാരമ്പര്യം അദ്ദേഹം പിന്തുടരുന്നതായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നില്ല. ഇന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തില് മോഹൻ ഭാഗവത് മുന്നോട്ട് വയ്ക്കുന്ന ഈ വൻ സൗഹാർദ്ദ സന്ദേശത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ 10ഓളം മുസ്ലിം ദേവാലയങ്ങളുടെ കാര്യത്തിൽ, മസ്ജിദുകളുടെ വിഷയത്തിൽ ഹിന്ദുത്വവാദികളുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നായ ഉത്തർപ്രദേശിലെ സംബാൽ ജുമാ മസ്ജിദിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർവേ നടത്താൻ ചെന്ന ഒരു സംഘം, അതിനെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയിൽ പോലീസ് വെടിവയ്പിൽ 5 പേരാണ് മരിച്ചത്. അതുപോലെ 10ഓളം ദേവാലയങ്ങൾ ഇന്ന് കോടതി വ്യവഹാരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വാരണാസിയിലെ ഗ്യാൻവാപി ദേവാലയം, അതുപോലെ മധുരയിലെ മസ്ജിദ്, കുത്തബ് മിനാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മുസ്ലിം ദേവാലയം, ആജ്മീരിലെ ദർഗ ഷെരീഫ്, ഈ ദേവാലയങ്ങളുടെ എല്ലാം കാര്യത്തിൽ, മസ്ജിദുകളുടെ എല്ലാം വിഷയത്തിൽ ഇപ്പോൾ അവകാശവാദം ഉണ്ടായിരിക്കുകയാണ്. പലതും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 1991 പാർലമെന്റ് പാസാക്കിയ ഒരു ആരാധനാലയ നിയമം ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. അത് ഈ ബാബരി മസ്ജിദ് സംഘർഷം അല്ലെങ്കിൽ രാമമന്ദിർ പ്രക്ഷോഭം വളരെ ശക്തമായിരിക്കുന്ന സമയത്ത് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന നിയമമാണ്. അതനുസരിച്ച് ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ 1947 ഓഗസ്റ്റ് 15 ഏത് സ്ഥിതിയായിരുന്നോ ആ സ്ഥിതി, അന്നത്തെ തൽസ്ഥിതി തുടരണം എന്നാണ് ഈ 91 നിയമം അനുശാസിക്കുന്നത്. അത് മാത്രമല്ല,
ഒരു ആരാധനാലയം മറ്റൊന്നായിട്ട് അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസത്തിൻ്റെതായിട്ട് പരിവർത്തിപ്പിക്കാൻ സാധിക്കുകയുമില്ല. ഇപ്പോൾ ഈ നിയമത്തെ, അതിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്, കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ആ നിയമം റദ്ദാക്കണമെന്നുള്ളൊരു ആവശ്യം വന്നിരിക്കുകയാണ്. ആ നിയമം റദ്ദാക്കുകയാണെങ്കിൽ നിരവധി ദേവാലയങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം മസ്ജിദുകളുടെയും മോസ്കുകളുടെയും കാര്യത്തിൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു സവിശേഷമായ പശ്ചാത്തലത്തിലാണ് RSS മേധാവിയുടെ ഈ പ്രസ്താവന സംഭവിച്ചിരിക്കുന്നത്. 2025 RSS എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമായിട്ട് 100 വർഷം തികയുകയാണ്. 100 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലഘട്ടം തന്നെയാണ്. ഇക്കാലത്തിനിടയിൽ RSSന്റെ നിലപാടുകളിൽ എന്തെങ്കിലും കാതലായ മാറ്റം വന്നിരിക്കുന്നു എന്നാണോ മോഹൻ ഭാഗവത് ഇതിന്റെ പ്രസംഗത്തിൽ നിന്ന് നാം അർത്ഥമാക്കേണ്ടത്? അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? തീവ്ര ഹിന്ദുത്വ നിലപാടിൽ നിന്ന് RSS മാറുകയാണോ? ഇത് വൈകി വന്ന വിവേകമാണോ, അതോ ഒരു രാഷ്ട്രീയ അടവ് മാത്രമാണോ? RSSന്റെ 100 വർഷ ചരിത്രവും നോക്കുക. നമ്മുടെ ഇന്ത്യയിൽ ജനങ്ങളെ ഇതുപോലെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച 2 സംഘടനകൾ, ഒന്ന് ഹിന്ദു മഹാസഭയും മറ്റൊന്ന് RSSഉം ആയിരുന്നില്ലേ? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കാൻ പോലും ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വവാദികൾ അനുവദിച്ചില്ല. അതിനുശേഷമാണ് ബാബരി മസ്ജിദ് സംഭവിക്കുന്നത്. ഇന്ത്യയുടെ മതേതരത്വത്തിന് ഇതുപോലെ പരിക്കേൽപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നീട് 2014 മോദി അധികാരത്തിൽ വരികയാണ്. അതിനുശേഷം ഉണ്ടായത് എന്താണെന്നുള്ളത് സമീപകാല ചരിത്രമാണ്, നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഇതുപോലെ ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അവർ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. അവരുടെ വസ്ത്രത്തിന്റെ പേരിൽ, അവരുടെ ഭക്ഷണത്തിന്റെ പേരിൽ, അവരുടെ ആചാരങ്ങളുടെ പേരിലൊക്കെ അവര് ആക്രമിക്കപ്പെടുകയാണുണ്ടായത്. അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപടികളുണ്ടായി, ശ്രമങ്ങളുണ്ടായി. 1 കിലോ മാംസം റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു വെച്ചതിന്റെ പേരിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ തല്ലിക്കൊല്ലുന്ന സാഹചര്യം പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അവരനുഭവിച്ച വിദ്വേഷം, അവരോട് ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾ കാണിച്ച വെറുപ്പ്, അത് സമാനതകളില്ലാത്തതാണ്. അപ്പോഴേക്ക് എന്തുകൊണ്ടാണ് മോഹൻ ഭാഗവത് നിശബ്ദത പാലിച്ചത്? ഒന്നും മിണ്ടിയില്ലല്ലോ. ഈ സഹവർത്തിത്വം അല്ലെങ്കിൽ സമഭാവനയോടെയുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ സഹവർത്തിത്വത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയാവൽ, അതൊക്കെ അന്ന് കാശിക്ക് പോയിരുന്നു. അത് മാത്രമല്ല, വാജ്പേയിക്കും അദ്വാനിക്കും ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ BJPയുടെ നേതൃസ്ഥാനത്തേക്ക് അവരെയൊക്കെ ഒഴിവാക്കി മോദിയെ കൊണ്ടുവന്നത് ആരായിരുന്നു? RSS ആയിരുന്നില്ലേ? മോഹൻ ഭാഗവത് തന്നെയായിരുന്നില്ലേ? അന്നൊന്നും ഇല്ലാത്ത പുതിയ മതസൗഹാർദ്ദവും സ്നേഹവും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആ സംശയങ്ങൾക്ക് ഇപ്പോഴും മറുപടിയില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷവും മറുപടിയില്ല. 501 ബാർ സോപ്പ് കൊണ്ട് അല്ലെങ്കിൽ വിം പൊടിയിട്ട് കഴുകിയാൽ മായ്ക്കാൻ കഴിയുന്നതാണോ പുള്ളിപ്പുലിയുടെ ശരീരത്തിലെ പുള്ളികൾ? BJP ഭരണം ഇനിയും നിലനിർത്താനുള്ള ഒരു തന്ത്രം അടവായിട്ടുകൂടി വേണമെങ്കിൽ ഈ നയമാറ്റത്തെ, സമീപനത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെ കാണാവുന്നതേ ഉള്ളൂ. BJPയുടെ ഇതുവരെയുള്ള ആയുധം എന്ന് പറയുന്നത് ഹിന്ദുത്വമായിരുന്നു, തീവ്ര ഹിന്ദുത്വമായിരുന്നു. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, വിപണി മൂല്യം ഇടിഞ്ഞുവെന്ന് BJP മാത്രമല്ല RSSഉം മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഹിന്ദുത്വയും പറഞ്ഞു ചെന്നാൽ വോട്ട് കിട്ടില്ല എന്ന് അവർക്ക് വ്യക്തമായിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതാണ് തെളിയിക്കുന്നത്, അത് മാത്രമാണ് തെളിയിക്കുന്നത്. അപ്പോൾ മതസൗഹാർദ്ദ ഇന്ത്യ, അല്ലെങ്കിൽ മസ്ജിദുകളുടെ അടിയിൽ ശിവലിംഗം തേടേണ്ട ആവശ്യമില്ലാത്ത ഹിന്ദുത്വ, അങ്ങനെ പുതിയൊരു മുഖം BJPക്ക് നൽകുന്നതിന് ശ്രമിക്കുകയാണോ RSSന്റെ മേധാവി എന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട്. ഇനി മോഹൻ ഭാഗവതിന്റെ പ്രസംഗം ആത്മാർത്ഥതയോടെയുള്ളതാണെന്ന് വിശ്വസിക്കുക. അത് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ ആവണമെന്നാണ്
ആഗ്രഹം. അത് നടപ്പാകാൻ അദ്ദേഹത്തിന് RSSന് ആഗ്രഹമുണ്ടെന്നും നമ്മൾ കരുതുക. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ചെയ്യാവുന്നത്? സെമിനാറുകളിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. 3 പേരെ വിളിച്ചിരുത്തിയാൽ മതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഈ 3 പേരെ വിളിച്ചിരുത്തിയിട്ട് കാര്യം പറയുക. ഇതാണ് RSSന്റെ നിലപാട്. നമ്മളിനി ശിവലിംഗം അന്വേഷിച്ചു പോകുന്നില്ല. നമ്മുടെ മത സൗഹാർദ്ദ ഇന്ത്യക്ക് വേണ്ടിയാണ് ഇനി നിലകൊള്ളാൻ പോകുന്നത്. അവരെ കൊണ്ടത് സമ്മതിപ്പിക്കുക. പ്രശ്നം തീരും അതോടെ. പക്ഷെ ഇവര് മോഹൻ ഭാഗവതിനെ കേൾക്കുമോ അല്ലെങ്കിൽ അനുസരിക്കുമോ? അതിന് സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ള ഏക ആയുധം അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് ഈ തീവ്ര ഹിന്ദുത്വ മാത്രമാണ്. അവരുടെ പത്തായത്തിൽ അതല്ലാതെ മറ്റൊന്നുമില്ല. ഈ ഹിന്ദുത്വ തീവ്രത വേണ്ടെന്ന് BJP തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് എന്തെങ്കിലും ഒരു പാരമ്പര്യമുണ്ടോ, ചരിത്രമുണ്ടോ, നയമുണ്ടോ, നിലപാടുണ്ടോ? അവർക്കുള്ള ഏക നിലപാട് അല്ലെങ്കിൽ ഏക നയം അല്ലെങ്കിൽ ഏക ആദർശം എന്ന് പറയുന്നത് ഈ തീവ്രമായ ഹിന്ദുത്വം മാത്രമാണ്. ഹിന്ദു രാജ്യം നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിൽ മോഹൻ ഭാഗവത് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോഴത്തെ ആശയം സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിലപാട് അംഗീകരിക്കാൻ BJP നേതൃത്വം തയ്യാറാകുമോ? അവർക്ക് ഹിന്ദുത്വ ഉപേക്ഷിക്കാനാവില്ല. ഈ രാജാപ്പാട്ട് പ്രസംഗം കൊണ്ടോ, ഫോട്ടോ എടുപ്പ് കൊണ്ടോ, 56 ഇഞ്ച് നെഞ്ചളവ് കൊണ്ടോ, ഫാൻസി ഡ്രസ് കൊണ്ടോ ഒന്നും രാജാധികാരം നിലനിർത്താനാവില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവര് മോഹൻ ഭാഗവതിന്റെ ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ പുതിയ നിലപാട് തള്ളിക്കളയാനാണ് സാധ്യത. 2022 നാഗ്പൂരില് ഇതേപോലെ മോഹൻ ഭാഗവത് ഏതാണ്ട് ഇതേ ആശയം വരുന്ന രീതിയിൽ സംസാരിച്ചതാ. അന്നൊന്നും BJP അത് കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല, കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. ശ്രീ മോഹൻ ഭാഗവതിന്റെ പ്രസംഗം അതിനോട് യോജിക്കാനും അതിൽ വിശ്വസിക്കാനുമാണ് ആഗ്രഹം. പ്രസംഗം ഗംഭീരമായി കലക്കിയെന്ന് തന്നെ പറയണം. അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരൂ ശ്രീ മോഹൻ ഭാഗവത് സർസംഘ് ചാലക്.